അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ആര്യ. അമേരിക്കൻ മലയാളികളുടെ അഭിമാന പ്രസ്ഥാനമായ ഫോമയുടെ 8ാമത് ഫോമ അന്താരാഷ്ട്ര കൺവെൻഷന്റെ കൊടിയിറങ്ങിയപ്പോൾ ജനപങ്കാളിത്തം കൊണ്ടും പ്രവർത്തന മേന്മ കൊണ്ടും മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ എന്ന സംഘടനയുടെ ശക്തി തെളിയിച്ചുകൊണ്ട് മാപ്പ് പുതുചരിത്രം രചിച്ചു. 2022 കാൻകൂണിലെ മൂൺ പാലസിൽ വെച്ച് നടന്ന ഫോമയുടെ 7ാമത് കൺവെൻഷനിൽ വെച്ച് ഫോമയുടെ അംഗസംഘടനകളിലെ ഏറ്റവും മികച്ച സംഘടനയായി അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ എന്ന ഈ സംഘടനയായിരുന്നു. 2022 കാൻകൂണിലെ മൂൺ പാലസിൽ വെച്ച് നടന്ന ഫോമയുടെ 7ാമത് കൺവെൻഷനിൽ വെച്ച് ഫോമയുടെ അംഗസംഘടനകളിലെ ഏറ്റവും മികച്ച സംഘടനയായി അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ എന്ന ഈ സംഘടനയായിരുന്നു. കോവിഡ് മഹാമാരി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനുകൾ കൂട്ടത്തോടെ അപഹരിച്ച് സംഹാര താണ്ഡവമാടിക്കൊണ്ടിരുന്ന ആ കാലയളവിൽ സ്വജീവൻ പോലും പണയപ്പെടുത്തി സൗജന്യ കോവിഡ് വാക്സിനേഷനും മാസ്കുകൾ, സാനിറ്റൈസർ, ഗ്ലൗസ്, ആഹാര പദാർത്ഥങ്ങൾ തുടങ്ങിയ ഭാഷാവ്യത്യാസമില്ലാതെ ഫിലാഡൽഫിയ നിവാസികൾക്കും ഹോസ്പിറ്റലുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും വിതരണം ചെയ്തത് പൊതുസമൂഹത്തിന് കൈത്താങ്ങായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനുള്ള അംഗീകാരമായിരുന്നു അത്. അക്കാലയളവിൽ മാപ്പിന്റെ അമരത്ത് പ്രസിഡന്റ് പദവിയിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചത് ഫിലാഡൽഫിയ മലയാളികളുടെ അഭിമാനവും യുവത്വത്തിന്റെ പ്രതീകവുമായ ഷാലു പൊന്നൂസും, സെക്രട്ടറിയായി ശോഭിച്ചത് പ്രവർത്തന മേഖലയിൽ തന്റെ പ്രാവീണ്യം നിരവധി തവണ തെളിയിച്ചിട്ടുള്ള ഫിലാഡൽഫിയ അനുഗ്രഹീത ഗായകനും IT പ്രൊഫഷണലും ശക്തനുമായ ബിനു ജോസഫും ആയിരുന്നു. ആ മഹത്തായ 2 വർഷക്കാലം മാപ്പിന്റെ ചരിത്രത്തിലെ പ്രധാന ഏടുകളിൽ സ്ഥാനം പിടിച്ചു. വീണ്ടും ഇതാ ഫോമയുടെ 8ാമത് കൺവെൻഷൻ പുൻറ്റാക്കാനയിൽ അരങ്ങേറിയപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ നിരവധി സ്ഥാനമാനങ്ങളും അവസരങ്ങളും അസുലഭ മുഹൂർത്തങ്ങളും മാപ്പിനെ തേടിയെത്തി. ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ആ അസുലഭ നേട്ടങ്ങളുടെ പട്ടിക ഇതാ. 2024 ഫോമ ഇലക്ഷനിൽ ഫോമയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഊർജ്ജസ്വലനായ വൈസ് പ്രസിഡന്റായി മാപ്പിൽ നിന്നും അമേരിക്കൻ മലയാളികളുടെ പ്രിയങ്കരനായ ഷാലു പൊന്നൂസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയപഥത്തിലെത്തി. അധികാര കൈമാറ്റ വേളയിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി ഷാലുവിന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തതോ ഫോമയുടെ ജുഡീഷ്യൽ കൗൺസിൽ സെക്രട്ടറി, മാപ്പിന്റെ സ്വന്തം ബിനു ജോസഫ്. ഒരേ സംഘടനയിൽ നേട്ടങ്ങളുടെ ഒരേ കാലയളവിൽ പ്രസിഡന്റായും സെക്രട്ടറിയായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് അംഗീകാരം നേടിയ ഇവർ വീണ്ടും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുവാനായി ഒന്നിച്ചപ്പോൾ അതൊരു ചരിത്ര നിയോഗമായി മാറി. മാപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ സുവർണ നിമിഷം മാപ്പിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറിയെന്ന് നിസ്സംശയം പറയാം. മാപ്പിന് ലഭിച്ച നേട്ടങ്ങളുടെയും വന്നുചേർന്ന സൗഭാഗ്യങ്ങളുടെയും സ്ഥാനമാനങ്ങളുടെയും ലിസ്റ്റ് ഇനിയുമേറെയുണ്ട്. അമേരിക്കൻ മലയാളികൾ ഉറ്റുനോക്കിയ ഫോമയുടെ വീറും വാശിയുമേറിയ ഇലക്ഷൻ സുഗമവും നീതിയുക്തവുമായി സമാധാനപരവുമായി നടപ്പിലാക്കിയതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത് ഫോമ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളാണ്. അതിലും ഉണ്ടായിരുന്നു മാപ്പിൽ നിന്നും ഒരാൾ, മാപ്പിന്റെ മുൻ പ്രസിഡന്റ് പ്രിയങ്കരനായ അനൂസ് കറിയ. അനുവിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും ദീർഘനേരം യാത്ര ചെയ്ത് കൺവെൻഷൻ നഗറിലെത്തിയ ആളുകൾക്ക് ഫോമ രജിസ്ട്രേഷൻ നടപടികൾ സുഗമമാക്കുവാനുള്ള ടീമിലും ഉണ്ടായിരുന്ന ഒരു മാപ്പംഗം, മാപ്പ് സ്പോർട്സ് കോർഡിനേറ്ററായ ലിജോ ജോർജ്. വർണ്ണത്താളിൽ അതിമനോഹരമായി പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയ ഫോമ സുവനീർ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ആ സുവനീർ കമ്മിറ്റിയിലും മാപ്പിൽ നിന്നും ഒരാൾ ഇടം പിടിച്ചിരുന്നു. മാപ്പിന്റെ PRO ആയ സജു വർഗീസ്. സുവനീറിൽ ഏറ്റവും കൂടുതൽ പരസ്യം പിടിച്ചതും സജുവാണെന്ന് ഫോമ പ്രസിഡന്റ് ജേക്കബ് തോമസ് പറഞ്ഞത് മികച്ച അംഗീകാരമായി കരുതുന്നു. കൺവെൻഷന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും അവിടെ എത്തിയ VIP-കൾക്കു വേണ്ടതായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിനായി തിരഞ്ഞെടുത്ത VIP ടീമിൽ കോർഡിനേറ്ററായി മാപ്പിൽ നിന്നുമുള്ള സജു വർഗീസിനെയും ടീമിൽ റോയി വർഗീസിനെയും നിയോഗിച്ചത് മാപ്പിന് ലഭിച്ച മികച്ച നേട്ടങ്ങളായി വിലയിരുത്തുന്നു. പ്രമുഖ വ്യക്തികളെ സ്റ്റേജിലേക്ക് ആനയിക്കുന്നതിലും സജുവും റോയും പങ്കാളികളായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒന്നൊന്നായി ലഭിച്ച ഈ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും അസുലഭ മുഹൂർത്തങ്ങളും മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര താളുകളിൽ ഇടം പിടിക്കുന്ന അസുലഭ നിമിഷങ്ങളായിരുന്നു. ഈ ചരിത്ര മുഹൂർത്തങ്ങൾ മാപ്പിന് സമ്മാനിച്ച ഫോമ നേതാക്കൾക്കും ഭാരവാഹികൾക്കും ഫോമയിലെ എല്ലാ നല്ലവരായ അംഗങ്ങൾക്കും മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ കുടുംബത്തിന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഇത്തരുണത്തിൽ രേഖപ്പെടുത്തുന്നതായി പ്രസിഡന്റ് ശ്രീജിത്ത് കോമത്ത്, ജനറൽ സെക്രട്ടറി ബെൻസൺ വർഗീസ്, ട്രഷറർ ജോസഫ് കുരുവിള എന്നിവരും ഭരണസമിതി കമ്മിറ്റി അംഗങ്ങളും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ.
ഫോമയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് ഇക്കുറി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പതാകയേന്തുന്ന പീറ്റർ കുളങ്ങര അർഹനായപ്പോൾ സുമനസ്സുകൾക്ക് ഏറെ സന്തോഷം. കഴിഞ്ഞ തവണ ഫോമയുടെ കാൻകൂൺ കൺവെൻഷനിലും അദ്ദേഹത്തിന് മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള അംഗീകാരം ലഭിച്ചിരുന്നു. ഭൂമിയിൽ നിന്നും ആരും അനാഥരായി മടങ്ങേണ്ടി വരരുത് എന്ന ചിന്തയോടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകനാണ് പീറ്റർ കുളങ്ങര. കഴിഞ്ഞ തവണ ഫോമയുടെ കാൻകൂൺ കൺവെൻഷനിലും അദ്ദേഹത്തിന് മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള അംഗീകാരം ലഭിച്ചിരുന്നു. ഏറെക്കാലമായി ഷിക്കാഗോയിലും പരിസര പ്രദേശങ്ങളിലും ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ ശവസംസ്കാര ചടങ്ങുകളുടെ ഉത്തരവാദിത്തം യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ സ്വയം ഏറ്റെടുക്കുകയും പ്രത്യേകിച്ച് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാൻ നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് താങ്ങായും തണലായും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പീറ്റർ കുളങ്ങരയുടെ സാമൂഹിക പ്രവർത്തനത്തിനാണ് ഫോമയുടെ പുരസ്കാരം അന്ന് നൽകിയത്. ഭൂമിയിൽ നിന്നും ആരും അനാഥരായി മടങ്ങേണ്ടി വരരുത് എന്ന ചിന്തയോടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകനാണ് പീറ്റർ കുളങ്ങര. ഇപ്രാവശ്യം ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പുൻറ്റാക്യാന അർത്ഥമരുളിയ 8ാമത് ഫോമ അന്തർദേശീയ കൺവെൻഷനിൽ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആണ് പീറ്റർ കുളങ്ങരയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചത്. അമേരിക്കയിലും കേരളത്തിലും നടത്തിയ സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഫോമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകിയതെന്ന് ഫോമ അവാർഡ് കമ്മിറ്റി വിലയിരുത്തി. വയനാട് ദുരന്തത്തിൽ അതിജീവനത്തിനായി വേദനിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം എത്തിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് പീറ്റർ കുളങ്ങര പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം വ്യക്തമാക്കി. ഇക്കൊല്ലം ജനുവരി മാസത്തിൽ കോട്ടയം ജ്ഞാനായ ഇടക്കാട്ട് പള്ളി അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ ഭിന്നശേഷിക്കാർക്ക് വീൽചെയറും മുച്ചക്ര സ്കൂട്ടറും ശ്രവണ സഹായവും നൽകി അവരെയെല്ലാം ജീവിതത്തിന്റെ പുതിയ പ്രതീക്ഷ സന്നിധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ വ്യക്തിയാണ് പീറ്റർ കുളങ്ങര. ഷിക്കാഗോ സോഷ്യൽ ക്ലബ്, മിഡ് വെസ്റ്റ് മലയാളി അസോസിയേഷൻ, ഫോമ ഷിക്കാഗോ റീജിയൻ എന്നീ സംഘടനകൾ പീറ്റർ കുളങ്ങരയുടെ നേതൃത്വത്തിൽ 100 നിർധനരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കാണ് ഇലക്ട്രിക് വീൽചെയറും മുച്ചക്ര സ്കൂട്ടറും ഉൾപ്പെടെ ജീവസദ്ധരണത്തിനായുള്ള സഹായം നൽകിയത്. കോട്ടയം ജില്ലയിലെ താഴത്തങ്ങാടിയിൽ കുളങ്ങര KJ മാത്യുവിൻ്റെയും ചിന്നമ്മ മാത്യുവിൻ്റെയും 8 മക്കളിൽ 7ാമനായ പീറ്റർ കുളങ്ങര കുട്ടിക്കാലം മുതൽക്കേ സമൂഹത്തോട് സഹജീവി സ്നേഹത്തിൻ്റെ ഭാഷയിലും അനുകമ്പയിലും സമ്പാദിച്ചു വളർന്നതാണ്. 1982 അമേരിക്കയിലേക്ക് ചേക്കേറുമ്പോഴും മാതാപിതാക്കൾ പഠിപ്പിച്ച നന്മയും നേറിൻ്റെ വഴികളും പീറ്റർ കുളങ്ങരയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അമേരിക്കയിൽ എത്തിയ ശേഷം ഡിവറായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ അസോസിയേറ്റ് ഡിഗ്രി എടുത്ത പീറ്റർ സഹപാഠികളുടെ എല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. കേബിൾ TV ഏരിയ മാനേജറായി പീറ്റർ 5 വർഷത്തോളം ജോലി ചെയ്തു. 1991 സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി. ജോലിക്കൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ടതിൻ്റെ ആവശ്യകത കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടലെടുത്തത് അമേരിക്കയിൽ വെച്ചായിരുന്നു. തൻ്റെ കസിൻ മരിച്ച സമയത്ത് ഫ്യൂണറൽ ഹോമിൽ പോയ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അതൊരു ഉത്തരവാദിത്തമാണെന്ന് പീറ്റർ കുളങ്ങരയ്ക്ക് മനസ്സിലായത്. മരിച്ചവരെ സമാധാനമായി യാത്രയാക്കാനുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ നല്ല മനസ്സുണ്ടാവണം. മരിച്ചവരെ സമാധാനത്തോടെ മടക്കി അയക്കുക എന്നുള്ളത് കുടുംബാംഗങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. സംസ്കാര ചടങ്ങുകൾക്ക് പള്ളി ഇല്ലാതിരുന്ന സമയത്തും മരിച്ചവർക്ക് വേണ്ടി പീറ്റർ കുളങ്ങര പ്രവർത്തിച്ചു. അവരുടെ സംസ്കാരത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അവരെ പ്രാപ്തരാക്കി. ഒരിക്കലും പീറ്റർ ഇതിനൊന്നും യാതൊരു പ്രതിഫലവും കൈപ്പറ്റിയിട്ടില്ല. കോവിഡിന്റെ മൂർധന്യാവസ്ഥയിൽ 5ഓളം ശവസംസ്കാരങ്ങൾ പീറ്ററിന്റെ നേതൃത്വത്തിൽ നടത്തി. അന്ന് വളരെ കഷ്ടപ്പെട്ട് ആർക്കും കോവിഡ് പകരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അമേരിക്കയിലെ മലയാളി സംഘടനകളിലെ നിറസാന്നിധ്യമാണ് പീറ്റർ കുളങ്ങര. ഷിക്കാഗോ KCSന്റെ ട്രഷറർ, വൈസ് പ്രസിഡന്റ്, KCCNA RVP, മിഡ് വെസ്റ്റ് മലയാളി അസോസിയേഷൻ ആദ്യകാല ചെയർമാൻ, പിന്നീട് പ്രസിഡന്റ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. തുടർന്ന് ഫോമ RVP, നാഷണൽ കൗൺസിൽ മെമ്പർ, ഫോമ അഡ്വൈസറി ബോർഡ് വൈസ് ചെയർമാൻ, ഫോമ ഹൗസിംഗ് പ്രൊജക്ട് മെമ്പർ, ഷിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയുടെ പ്രഥമ കൈക്കാരൻ, 2010 മുതൽ പള്ളിയുടെ ഫ്യൂണറൽ കോർഡിനേറ്റർ എന്നീ നിലകളിലും അദ്ദേഹം സേവനം വ്യാപിപ്പിച്ചു. ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ സജീവ പ്രവർത്തകനും 2018 മുതൽ 2020 കാലഘട്ടത്തിലെ പ്രസിഡന്റുമായി. സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ 25 വീടുകൾ കേരളത്തിലെ നിർധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുവാൻ അദ്ദേഹം മുന്നിട്ട് പ്രവർത്തിച്ചു. സാമൂഹിക പ്രവർത്തകയായ സുനിൽ ടീച്ചറുമായി ചേർന്ന് ഇടവകയിൽ 11 വീടുകൾ പീറ്റർ കുളങ്ങര മറ്റുള്ളവരുടെ സഹായത്തോടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വടംവലി മത്സരം നടത്തുമ്പോൾ അതിന്റെ അമരത്ത് പീറ്റർ കുളങ്ങര ഉണ്ടായിരുന്നു. പ്രളയകാലത്ത് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പയിൻ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ കേരളത്തിൽ എത്തിക്കുവാൻ ആവശ്യമായതെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു.
ചിങ്ങവനം മൂഴിപ്പറമ്പിൽ സാലിക്കുട്ടിയാണ് ഭാര്യ. ഷെറിൽ, മീഷേൽ എന്നിവർ മക്കൾ. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ജീവിത വളർച്ചയ്ക്കായി സേവനം നടത്തുന്ന ഷെറിൽ ഭർത്താവ് പോലീസ് ഉദ്യോഗസ്ഥനായ ടോമി പടിയറ ചങ്ങനാശ്ശേരി. മീഷേൽ സ്പീച്ച് പത്തോളജിസ്റ്റാണ്. ഭർത്താവ് ടോബിൻ ഇണ്ടിക്കുഴി ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ മാനേജരായി ജോലി ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഹ്യൂസ്റ്റണിലെ എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും നിറസാന്നിധ്യമായ ഫാൻസി മോൾ അമേരിക്കൻ മലയാളികൾക്ക് സുപരിചിതയാണ്. സ്കൂൾ കാലം മുതൽ നേതൃത്വവാസനയുള്ള ഫാൻസി മോൾ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. പൂനെയിലെ ആർമി മെഡിക്കൽ കോളേജിൽ നിന്നും നഴ്സിംഗ് ബിരുദം നേടിയ ഫാൻസി മോൾ 1987 അമേരിക്കയിലെത്തി. ഇവിടെ നിന്നും നഴ്സിംഗിൽ മാസ്റ്റേഴ്സും ബിസിനസ്സിൽ MBAയും എടുത്തതുകൂടാതെ യൂണിവേഴ്സിറ്റി ഓഫ് അലബാമയിൽ നിന്നും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഹോണററി ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. പൂനെയിലെ ആർമി മെഡിക്കൽ കോളേജിൽ നിന്നും നഴ്സിംഗ് ബിരുദം നേടിയ ഫാൻസി മോൾ 1987 അമേരിക്കയിലെത്തി. ഇവിടെ നിന്ന് നഴ്സിംഗിൽ മാസ്റ്റേഴ്സും ബിസിനസ്സിൽ MBAയും എടുത്തതുകൂടാതെ യൂണിവേഴ്സിറ്റി ഓഫ് അലബാമയിൽ നിന്ന് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഹോണററി ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഫാൻസി മോൾ ന്യൂജേഴ്സിയിൽ അമേരിക്കയിലെ ജീവിതം ആരംഭിച്ചു. 2005 മുതൽ ഹ്യൂസ്റ്റണിൽ സ്ഥിരതാമസം. അമേരിക്കയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ചീഫ് ഓഫ് നഴ്സായും ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച ഫാൻസി മോൾ അലയൻ ഡയഗ്നാസ്റ്റിക് ലാബിന്റെ മാനേജിംഗ് പാർട്ണർ ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഡോക്ടർ ബാബു സ്റ്റീഫന്റെ ടീമിൽ വിമൻസ് ഫോറം വൈസ് ചെയർമാനായും വാഷിംഗ്ടൺ ഫൊക്കാന കൺവെൻഷനിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഫൊക്കാന മംഗ, മിസ് ഫൊക്കാന മത്സരങ്ങളുടെ ചുമതലക്കാരിയും ആയിരുന്നു. പുതിയ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഫൊക്കാന ഭാരവാഹികളുമായി സഹകരിച്ച് ഒറ്റക്കെട്ടായി ഫൊക്കാനയെ ഹ്യൂസ്റ്റൺ മേഖലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്കു കരുത്തേകാൻ തന്നാൽ ആകുന്നത് ശ്രമിക്കുമെന്ന് ഫാൻസി മോൾ പള്ളാത്തുമടം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നോർത്ത് അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ സംഘടനയായ ഫൊക്കാനയുടെ പ്രവർത്തന ഉദ്ഘാടനം ന്യൂജേഴ്സിയിലെ റോയൽ ആൽബർട്ട്സ് പാലസിൽ നടന്ന ചടങ്ങിൽ സജിമോൻ ആന്റണി നിലവിളക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫൊക്കാന മുൻ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ, വിമൻസ് ഫോറം ചെയർ രേവതി പിള്ളൈ, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, ട്രഷറർ ജോൺ കല്ലോലിക്കൽ, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ളൈ എന്നീ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും പങ്കെടുത്തു. ചടങ്ങിൽ ഫൊക്കാന മുൻ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ, വിമൻസ് ഫോറം ചെയർ രേവതി പിള്ളൈ, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, ജോയിന്റ് ട്രഷറർ ജോൺ കല്ലോലിക്കൽ, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ളൈ എന്നീ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും പങ്കെടുത്തു. ഫൊക്കാനയുടെ മുൻപുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ആഘോഷമായാണ് ഈ വർഷം പ്രവർത്തന ഉദ്ഘാടനം കൊണ്ടാടിയത്. ഫൊക്കാനയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്ത പ്രൗഢമായ സദസ്സിനു മുൻപാകെയായിരുന്നു പ്രവർത്തന ഉദ്ഘാടനം. ഫൊക്കാനയുടെ പ്രവർത്തനം വ്യാപിക്കുന്നതിനോടൊപ്പം അതിന്റെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, തിരഞ്ഞെടുപ്പ് വേളയിൽ പുറത്തിറക്കിയ പ്രവർത്തന രൂപരേഖയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ നടപ്പാക്കണം. അതിനോടൊപ്പം നിരവധി കാര്യങ്ങൾ കൂടി ചെയ്യാൻ കമ്മിറ്റി തയ്യാറെടുക്കുകയാണെന്ന് പ്രസിഡന്റ് സജിമോൻ ആന്റണി അറിയിച്ചു. മലയാളികളുടെ ശബ്ദം എവിടെയും മുഴങ്ങി കേൾക്കാനുള്ള സാഹചര്യം സംജാതമാകണം. നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ഹ്രസ്വമായ ആ കാലയളവിൽ കഴിവുള്ളത് അപ്പോൾ തന്നെ ചെയ്തു തീർക്കണം. പിന്നീടൊരു അവസരം ലഭിച്ചെന്നു വരില്ല. അതായിരിക്കട്ടെ സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്ന് മുൻ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അഭിപ്രായപ്പെട്ടു. സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ഈ 2 വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു. നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടി. ഈ 2 വർഷക്കാലത്തേക്ക് ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു. ട്രഷറർ ജോയി ചാക്കപ്പൻ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഗോ ഫണ്ടിലും തുടർന്നുള്ള പ്രവർത്തനത്തിലും ഏവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. ഫൊക്കാന മുൻ പ്രസിഡന്റുമാരായിരുന്ന ജോൺ പി ജോൺ, ജോർജി വർഗീസ്, മുൻ സെക്രട്ടറിമാരായിരുന്ന ജോൺ ഐസക്, സുധാ കാത്ത, ഫിലിപ്പോസ് ഫിലിപ്പ്, മുൻ ട്രസ്റ്റി ബോർഡ് ചെയർ സജി പോത്തൻ, വൈസ് പ്രസിഡന്റ് ഷാജി വർഗീസ്, മുൻ ട്രഷറർ തോമസ്, ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി ബിജു കൊട്ടാരക്കര, റീജിയണൽ വൈസ് പ്രസിഡന്റുമാരായ ലാജി തോമസ്, ആൻഡോ വർക്കി, കോശി കുരുവിള, റോയ് മണ്ണിക്കരോട്ട്, ജോസി കാരക്കാട്ട്, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായ മനോജ് മാത്യു, മത്തായി ചാക്കോ, സുദീപ് നായർ, ഡോക്ടർ ഷൈനി രാജു, മേരി ഫിലിപ്പ്, ജീമോൻ വർഗീസ്, അജിത് ചാണ്ടി, മേരിക്കുട്ടി മൈക്കിൾ, സജു സെബാസ്റ്റ്യൻ, ട്രസ്റ്റി ബോർഡ് മെമ്പർ ടോണി കല്ലുകാവുങ്കൽ, യൂത്ത് നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായ സർജൻ ബ്ലസൻ മാത്യു, കെവിൻ ജോസഫ്, മഞ്ച് ഭാരവാഹികൾ, അസോസിയേഷൻ പ്രസിഡന്റുമാരായ ഫ്രാൻസിസ് കാരക്കാട്ട്, ശ്രീജിത്ത് കോമത്ത്, സ്കറിയ പെരിയപ്പുറം, മാത്യു ചെറിയാൻ, ഫൊക്കാനയുടെ മുൻ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത ഈ മീറ്റിംഗ് ഫൊക്കാനയിൽ പുതിയ ഒരു ചരിത്രം എഴുതുകയായിരുന്നു.
മാധ്യമപ്രവർത്തകരായ സുനിൽ ട്രൈസ്റ്റാർ, പ്രസിഡന്റ് IPCNA മാനേജിംഗ് ഡയറക്ടർ ഓഫ് പ്രവാസി ചാനൽ ആൻഡ് മലയാളി, ജോസ് കടപ്പുറം, കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ഓഫ് അമേരിക്ക, മധു കൊട്ടാരക്കര, ഫ്ലവേഴ്സ് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ഓഫ് അമേരിക്ക, ഷിജോ പൗലോസ്, IPCNA ട്രഷറർ, ലെജിസ്ലേറ്റർ ആനി പോൾ, സമാന്തര സംഘടനകളുടെ ഭാരവാഹികളായ തോമസ് മൊട്ടയ്ക്കൽ, പിന്റോ കണ്ണമ്പള്ളിൽ, അനിയൻ ജോർജ്, മിത്രസ്, ദിലീപ് വർഗീസ്, തങ്കമണി അരവിന്ദ്, ജോർജ് മേലെത്ത്, വർഗീസ് കറിയ തുടങ്ങി നിരവധി ആളുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരുന്നു സദസ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. ഹ്യൂസ്റ്റണിൽ നടന്ന 5ാമത് ഇന്റർ പാരീസ് സ്പോർട്സ് ഫെസ്റ്റിവലിൽ ഓവറോൾ ചാമ്പ്യനായ കോപ്പൽ സെന്റ് അൽഫോൻസ ടീം അംഗങ്ങളെ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ഷിക്കാഗോ സീറോ മലബാർ രൂപതയിലെ ടെക്സസ് ഒക്കലഹോമ റീജിയനിലെ 8 പാരിഷുകൾ പങ്കെടുത്ത് സമാപിച്ച കായികമേളയാണ് കോപ്പൽ സെന്റ് അൽഫോൻസ ടീം വിജയതിലകമണിഞ്ഞത്. ഇടവക വികാരി ഫാദർ മാത്യൂസ് മൂഞ്ഞനാട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിമ്മി എടക്കുളത്തിൽ എന്നിവരുടെ അധ്യക്ഷതയിൽ കോപ്പൽ സെന്റ് അൽഫോൻസ ഓഡിറ്റോറിയത്തിൽ പ്രത്യേക അനുമോദന യോഗം സംഘടിപ്പിച്ചു. ഷിക്കാഗോ സീറോ മലബാർ രൂപതയിലെ ടെക്സസ് ഒക്കലഹോമ റീജിയനിലെ 8 പാരിഷുകൾ പങ്കെടുത്ത് സമാപിച്ച കായികമേളയിലാണ് കോപ്പൽ സെന്റ് അൽഫോൻസ ടീം വിജയതിലകമണിഞ്ഞത്. ഇടവക വികാരി ഫാദർ മാത്യൂസ് മുഞ്ഞനാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിമ്മി എടക്കുളത്തൂർ എന്നിവരുടെ അധ്യക്ഷതയിൽ കോപ്പൽ സെന്റ് അൽഫോൻസ ഓഡിറ്റോറിയത്തിൽ പ്രത്യേക അനുമോദന യോഗം സംഘടിപ്പിച്ചു. മത്സരാർത്ഥികളും ഇടവക സമൂഹവും യോഗത്തിൽ പങ്കുചേർന്നു. കായിക താരങ്ങൾക്ക് നേതൃത്വം നൽകിയ IPSF പാരിഷ് കോർഡിനേറ്റേഴ്സ് പോൾ സെബാസ്റ്റ്യൻ, കെന്റ് ചെന്നാട്, അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സ് ബോബി സക്കറിയ, ഷെന്നി ചാക്കോ തുടങ്ങിയവരും അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ഇടവകയുടെ സ്നേഹ ആദരങ്ങളോടെ ജേതാക്കൾ ട്രോഫികൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ പോൾ സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു. കെൻ ചെന്നാട്, ബോബി സക്കറിയ എന്നിവർ ആശംസകൾ നേർന്നു. ഷെന്നി ചാക്കോ ഏവർക്കും നന്ദി അറിയിച്ചു. ആഷിഖ് തെക്കേടം, ടെസ്സ ജഗൻ എന്നിവർ MC ആയി. ഇത് 4ാം തവണയാണ് കോർഡിനേറ്റർ പോൾ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ കോപ്പൽ ഇടവക ചാമ്പ്യനാകുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. കാനഡയിലെ ബ്രാംപ്ടണിൽ പ്രൊഫസേഴ്സ് ലേക്കിന്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ നടന്ന 14ാമത് കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി വിജയകരമായി സമാപിച്ചു. പുൻഡാക്കാന ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നടന്ന ഫോമ ഇന്റർനാഷണൽ കൺവെൻഷനിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ബോഡി ബിൽഡിംഗ് പ്രോഗ്രാം. ഫൊക്കാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ സജിമോൻ ആന്റണിയുടെ സ്വീകരണം വേറിട്ട പരിപാടികളുമായി വ്യത്യസ്തമായ ഒരു സ്വീകരണമായിരുന്നു. മലയാളികൾക്ക് മുൻകൈയുള്ള ഏക പരേഡായ ക്വീൻസിലെ ഇന്ത്യ ഡേ പരേഡ് വൻ വിജയമായി. ജനവും ഫ്ലോട്ടുകളും വീതിയിൽ നിറഞ്ഞൊഴുകി. അമേരിക്കയിലെ പൊതുജീവിതത്തിനിടയിൽ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ, യൂണിയൻ, ടാക്സ് പ്രിപ്പറേഷൻ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ PT തോമസിന് യോങ്കർ സിറ്റിയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് മേയർ മൈക്ക് സ്പാനോ സമ്മാനിച്ചു. മെസ്കിറ്റ് മാർ ഗ്രിഗോറിയസ് സിറിയക് യാക്കോബായ പള്ളിയിൽ ഓഗസ്റ്റ് 17-ാം തീയതി ശനിയാഴ്ച VBS നടത്തി. ഫോമയിലെ വ്യക്തിഗത പ്രവർത്തനത്തിനുള്ള സർവീസ് എക്സലൻസ് അവാർഡ് ഫോമ കൺവെൻഷനിൽ വെച്ച് സജൻ മൂലേപ്ലാക്കലിന് സമ്മാനിച്ചു. അമേരിക്കയിലെ മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനകളായ ഫോമ, ഫൊക്കാന എന്നിവയുടെ ന്യൂയോർക്ക് റീജിയണൽ വൈസ് പ്രസിഡന്റുമാരായി 2024-26 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നൈമ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ന്യൂയോർക്ക് മലയാളി അസോസിയേഷനിൽ നിന്നാണെന്നത് ഒരു സംഘടനയെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ, നിർദ്ദേശങ്ങൾ എല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.